വന്ന ഫോറിനർ ഏത് റൂമിലാണ്? റൂം നമ്പർ 502, 4th ഫ്ലോർ. Come on. You go to that corridor. Sir. You follow me. Search. Yes, DG here. What is happening there? Currently? You mean well? Yes, sir. Well, fire service എത്തിയിട്ടുണ്ട്. Okay. Go ahead. Bastard. എനിക്ക് ഒരാളും കൂടി ഉണ്ട്. James sir. James sir. Sir, are you okay? നീന്തൽ അറിഞ്ഞൂടാത്ത സാറെന്തിനാ കിണറ്റിലെടുത്ത് ചാടാൻ പോയത്? ആര് ചാടി എന്നേരോ തള്ളിയിട്ടതല്ലേ? Tell me, you dirty pig. Tell me. No, bastard. മതി ആക്കടോ. നന്ദു മതി മതി മതി. സാറിന് എല്ലാത്തിനും പേടിയാ. എവനൊന്നും ഇടികൊള്ളാ സത്യം പറയും. നന്ദു വിദേശിയാണെങ്കിൽ അയാളുടെ മനുഷ്യനാണ്. നന്ദു എന്നോട് പറഞ്ഞത്. നന്ദു സൂക്ഷിച്ചു വേണം സാർ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഹെറോയിന് കിലോയ്ക്ക് 1 കോടി രൂപയിലധികം വിലയുണ്ട്.
അതിന്റെ ഗൗരവം നീ എഴുതുന്ന സീൻ മഹസർ കാണിച്ചാ മതി. പിന്നെ ആ സിഗരറ്റ് അങ്കള. ഞാൻ സീനിയർ ഓഫീസർ ആയതുകൊണ്ട് പറയല്ല, വലിയ ആരോഗ്യത്തിന് ഹാനികരാണ്. ആ കാശിന് നല്ല പശുവും പാല് കിട്ടും, വാങ്ങിക്കുടിക്ക്. മയക്കുമരുന്ന് കള്ളക്കടത്തുകാരൻ പിടിയിൽ. ഇൻസ്പെക്ടർ ജെയിംസ് പള്ളിത്തറയുടെ ധീരസാഹസികത. ഞാൻ ഗുരു. യെസ്, ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ആൽബർട്ടോ ഫെലിനെ കുറിച്ചാണ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അയാളെ ആരാ പോലീസിന് വിട്ടുകൊടുത്തേ? അബ്ബാസ്. മനസ്സിലായി. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ജെയിംസ്. ഐ അപ്രീഷിയേറ്റ് യുവർ ട്രൂ ഗ്രിറ്റ്. താങ്ക് യു സാർ. ഇന്ന് രാവിലെ മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ നിങ്ങളുടെ കാര്യം പറയുണ്ടായി. ഐ എക്സ്പെക്ട് എ റിവാർഡ് ഫോർ യുവർ ബ്രേവറി. സാർ, ഈ ആൽബർട്ടോയുടെ ചാർജ് ഷീറ്റ് കോടതിയിൽ അയക്കും മുമ്പ് എനിക്കൊന്ന് കാണണം. സാർ, സീൻ മഹസർ എഴുതിയത് മിസ്റ്റർ നന്ദു. ഐ മീൻ SI നന്ദകുമാർ. ഓ, ഐ സീ. ഇൻസ്പെക്ടർ ജെയിംസ് പള്ളിത്തറ സ്വജീവൻ പോലും പണയപ്പെടുത്തിയാണ് പ്രതിയെ പിടികൂടിയത്. നമ്മൾ ഓടിച്ചിട്ട് പ്രതിയെ കൈയോടെ പിടികൂടാൻ തുടങ്ങിയപ്പോ ഒരു കാര്യമില്ലല്ലേ അയാൾ ആ കിണറ്റിലെടുത്ത് ചാടിയത്. എന്നിട്ട് എഴുതിയിരിക്കുന്ന സാറേ, മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലായി. മറ്റുള്ളവരുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ഒരു വിലയില്ല, ആരും കാണില്ല. ഇവിടെ കയ്യടി കിട്ടുന്നത് 3ാം ക്ലാസ് കോപ്പറാട്ടി കാണിക്കുന്ന കോമാളിക്ക. ഇരിക്കൂ, ഇരിക്കടോ. താനിപ്പോ കോമാളി എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചല്ലേ? അല്ല സർ, അത് ഞാൻ മുഴുവൻ കേട്ടു. എടോ, ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കാൻ തന്റെ ഈ തടിമെടുക്കും അടിയും ഇടിയും വെടിയും ഇരിക്കെ ഐ മീൻ വയലൻസ് മാത്രം പോരാ, കുറച്ച് യോഗം കൂടി വേണം. അതെനിക്കുണ്ട്. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ കമ്മീഷണർ അടുത്തു നിന്നാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു റിവാർഡ് കിട്ടാൻ പോകുന്നു. ഞാൻ പേ ചെയ്യാം. ആയിക്കോട്ടെ. അല്ലേ വേണ്ട, താൻ പേ ചെയ്തോ. എനിക്ക് നിർബന്ധമില്ല സർ. അത് ചുമ്മാ. ഞാൻ പേ ചെയ്താൽ തനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന എനിക്കറിയാം. ഇത്രയും കാലമായിട്ട് ഒരു തവണ പോലും സാർ പേ ചെയ്തില്ലല്ലോ എന്ന് മാത്രമാണ് എന്റെ ഫീലിംഗ്. ചില നേരത്തുള്ള തന്നെ തമാശ കേട്ടാൽ ആരും ചിരിച്ചു പോകും. തമാശ അല്ല സാർ, ഉള്ളി തട്ടി പറഞ്ഞതാണ്. പിന്നെയും തമാശ. ഹലോ സർ. ആ, അബ്ബാസിനെ കണ്ടോട്ട് കുറെ കാലമായല്ലോ. ഉവ്വ്, ഞാനൊന്ന് സിംഗപ്പൂരിൽ പോയിരുന്നു. ഡിന്നർ കഴിഞ്ഞു. ഞങ്ങളോടെ കൂടായിരുന്നു. കഴിഞ്ഞു പോയല്ലോ, പിന്നൊരിക്കലാ. യു ക്യാരി ഓൺ. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കൂടെ. ഓക്കെ സാർ, സി. ഓക്കെ. ആരാടോ അത്? സാറിന് അറിയില്ലേ, അല്ലമീൻ ട്രാവൽ ഏജൻസി നടത്തുന്ന അബ്ബാസ്. ഓഹോ, പണക്കാരനായിരിക്കും അല്ലേ? ഇവിടെ പിടിച്ചിരുത്തിയിരുന്നെങ്കിൽ ബില്ല് നമുക്ക് അവനെ കൊണ്ട് കൊടുപ്പിക്കാമായിരുന്നു. സാറ് തനി പോലീസുകാരൻ തന്നെ. എടോ, ഇതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല. സ്വയം നശിക്കാതെ. ഹലോ ഗുരു. ഹലോ അബ്ബാസ്. കഴിഞ്ഞതെല്ലാം മറക്കണം. നിങ്ങളുടെ സിൻഡിക്കേറ്റ് ഇനി ഈ മണ്ണിൽ വേരോടുമെന്ന് തോന്നില്ല. 4 പേർ തന്നെ ജയിലിലല്ലേ? അവരെ രക്ഷിക്കാൻ വന്ന ആൽബർട്ടോ ഫെലിനിയും അകത്തായി. ഇനിയും നമുക്കെന്തുകൊണ്ട് യോജിച്ച് പ്രവർത്തിച്ചുകൂടാ? ഇത് പറയാൻ ഞാൻ അബ്ബാസിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. ആൽബർട്ടിനെ പോലീസ് കസ്റ്റഡി എടുത്ത ദിവസം മുതൽ ഇയാൾ സിംഗപ്പൂരിലേക്ക് പോയെന്നറിഞ്ഞു. ഒരു പുതിയ ബിസിനസ് അലയൻസ്. ഇതാണ് പാർട്ടി. പരിചയപ്പെടുത്താം. അതിനു മുമ്പ് നാം തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഞാൻ എന്തിനു റെഡി?
വിടാനാ പറഞ്ഞത്? നീ എന്തിനാ പുറപ്പെടാ? അവനെ നോക്കണ്ട്. ഒരുത്തനെ കൊന്നോ? ഒരുത്തനെ കൊന്നിട്ടാണ് ഓടുന്നത്. അവൻ നിന്നെ കൊല്ലും പോലെ. കാലുവിട് സാർ. നിന്നെ അങ്ങനെ കൊലപ്പെടുക്കില്ല പറയാ. അയ്യോ. ഇയാളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടത്. ധീരതയ്ക്കുള്ള മെഡൽ വാങ്ങിയ ആളാണത്രേ. ഡ്യൂട്ടി സ്വയം ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ചെയ്യാനൊരുങ്ങിയ ഒരു ഇൻസ്പെക്ടറെ തടയുകയും ചെയ്തു. സാർ, ഞാനൊരു ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. ആയുധമേന്തിയ കൊലപാതകയെ ആയുധമില്ലാതെ നേരിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മിസ്റ്റർ നന്ദകുമാർ മരിച്ചാൽ ആർക്കാ നഷ്ടം? ഡോണ്ട് ടോക്ക് നോൺസെൻസ്. സാർ, ഞാൻ പറയുന്നത് യു ഷട്ട് അപ്പ്. നന്ദുവേട്ടൻ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയി സംസാരിക്കരുത്. എന്ത് വന്നാൽ ഈ കല്യാണം നടത്തുമെന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഹീസ് അഡമന്റ്. 2 or 3 മാസത്തേക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അപ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. എങ്ങനെ? നീ എന്നെ എപ്പോഴും കളിയാക്കുമല്ലോ. എന്നാൽ ഇപ്പോ ഞാനൊരു സെൻസേഷണൽ കേസിന്റെ അന്വേഷണത്തിലാണ്. തെളിയിക്കാൻ കഴിഞ്ഞാൽ ഷുവർ ഐ വിൽ ഗെറ്റ് എ പ്രൊമോഷൻ. ഇറ്റ്സ് എ ചലഞ്ച്. അല്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? പിന്നെ ഒരുത്തനെ പേടിക്കണ്ടല്ലോ. ഹോം മിനിസ്റ്ററുടെ മകളെയും കൊണ്ട് മോട്ടോർ ബൈക്കിൽ ചുറ്റുന്നത് കണ്ടല്ലോ. അത് ഞങ്ങൾ തമ്മിൽ ഒരു സ്വകാര്യ. വാട്ട് യു മീൻ? ആഭ്യന്തരമന്ത്രിയുടെ മകൾ, അതും വിവാഹം ഉറപ്പിച്ച പെൺകുട്ടി. അവളുമായി നിങ്ങൾക്കെന്ത് സ്വകാര്യം? വിവാഹം തന്നെ സാർ പ്രശ്നം. മന്ത്രി മകളെ നിർബന്ധിച്ച് ഒരു മൊശകോടനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോകുന്നെന്ന് ആ കുട്ടി പറഞ്ഞു. മുഷകോടനോ? വാട്ട് ഇസ് ഇറ്റ്? അത് നാറി, ചെറ്റ, റാസ്കൽ, കള്ളക്കഴുവേറി എന്നൊക്കെയാണ് സാർ അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ അവള്? ഉവ്വ് സാർ. പകരം ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്നും ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ സമ്മതിച്ചോ? അല്ലാതെ എന്ത് ചെയ്യും സാർ? ആഭ്യന്തരമന്ത്രിയുടെ മകളല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഒഴിഞ്ഞു മാറിയാൽ ആ പെണ്ണ് വിഷം കഴിച്ചോ കെട്ടി തൂങ്ങിയോ ചാവും. ആ കുറ്റം കൂടെ എന്റെ തലയിലാവില്ലേ സാർ? സാറിനടക്കം എന്നോട് വിരോധം തോന്നില്ല. നോ, നിങ്ങൾ അവളുമായി ബന്ധപ്പെടുന്നതിലാണ് എനിക്ക് വിരോധം. മേലിൽ ശ്രുതിയുമായി അടുക്കരുത്, കാണുക പോലും അരുത്. അണ്ടർസ്റ്റാൻഡ്? കഷ്ടമല്ലേ സാർ ഇത്? ഡിപ്പാർട്ട്മെന്റ് കാര്യമാണെങ്കിൽ മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഞാൻ അനുസരിക്കും. അല്ലാതെ എന്റെ സ്വകാര്യ ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ. ഇയാൾ അനുസരിക്കില്ലെന്നാണോ? സോറി സർ. മിസ്റ്റർ, അതിന്റെ ഭവിഷ്യത്ത് താൻ അനുഭവിക്കേണ്ടി വരും. വിത്ത് പ്ലഷർ സർ. Then you can go. സർ. Get out! സർ. Hello. Yes. Please hold on. Yes. What can I do for you, sir? ഓഹോ, ശരി. ഗുരുവേറ്റ കാര്യം ഇന്നുവരെ നടക്കാറുണ്ടില്ലല്ലോ. അവർ കോടതിയിലെത്തില്ല.
സാർ സാർ ഇവിടെ എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് സാർ ഇവിടെ എന്തെടുക്കായിരുന്നു? ആദ്യത്തെ വീഴ്ചയിൽ തന്നെ എന്റെ ബോധം പോയി. ബോധം പോവാൻ കണ്ടൊരു സമയം. നമ്മുടെ സമ്മതത്തോടെയാണ് നമ്മുടെ ബോധം പോകുന്നത്. പ്രതിക്കൂട്ടി നിൽക്കുന്ന മിസ്റ്റർ ആൽബർട്ടോ ഫെലിനിയെ നിങ്ങളല്ലേ കസ്റ്റഡിയിലെടുത്തത്? ഞാനെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി. ഓഹോ, ഈ എല്ലാവരും കൂടി ചേർന്നാണോ ഇദ്ദേഹത്തെ ഉടുതുണി അഴിച്ച് നഗ്നനാക്കിയതും ഇടിച്ച് ചോര ഛർദ്ദിപ്പിച്ചതും? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓക്കെ ഓക്കെ. മിസ്റ്റർ ആൽബർട്ടോയിൽ നിന്നും നിങ്ങൾ പിടിച്ചെടുത്തെന്ന് പറയുന്ന ഒരു തരം പൊടി, ഡ്രഗ്സ്, എന്തായിരുന്നു അത്? ഹെറോയിൻ. യെസ് യെസ്, ഹെറോയിൻ. എവിടെയായിരുന്നു അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരുന്നത്? അത് ഡ്രോയറിന്റെ ഈ എലാസ്റ്റിക് ബാൻഡ്. ഓഹോ, ഡ്രോയർ അദ്ദേഹം ഉടുത്തിരുന്നു അതോ വേറെ വല്ലയിടത്തും? ഉടുത്തിരുന്നു. ആ, യുവർ ഓണർ, ഉടുത്തിരുന്നു. പ്ലീസ് നോട്ട്. യുവർ ഓണർ, ദിസ് ഈസ് MO2. ഹെറോയിൻ കൈവശം വച്ചു എന്ന കുറ്റത്തിന് മിസ്റ്റർ ആൽബർട്ടോയ്ക്കെതിരെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ തൊണ്ടി സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലാസ്റ്റിക് ബാൻഡുള്ള ഈ ഡ്രോയർ. തത്സമയം മിസ്റ്റർ ആൽബർട്ടോ ഇത് ധരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും ഈ ഡ്രോയർ അഴിച്ചെടുത്തതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ മിസ്റ്റർ ജെയിംസ് പള്ളിത്തറയും മുമ്പ് ഇവിടെ വിസ്തരിച്ച SI നന്ദകുമാറും ഈ കോടതി മുമ്പാകെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഉടുപ്പിക്കാമോ? ഇതല്ല, ആ ഡ്രോയർ ഇതല്ല. യെസ്, ദിസ് ഈസ് ദി വൺ വിച്ച് യു പ്രൊഡ്യൂസ് ബിഫോർ ദി കോർട്ട്. തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഡ്രോയർ ഇതാണ്. പറയണം. 15 വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് ധരിപ്പിക്കാമോ? ഇത് മാറിയിട്ടുണ്ടെന്നാണ്. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. ഇത് ആൽബർട്ടോവിനെ ഉടുപ്പിക്കാമോ ഇല്ലയോ? ടെൽ മീ യെസ് ഓർ നോ. നോ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രോസിക്യൂഷന് പ്രതിയുടെ പേരിലുള്ള കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, തൽകൃത്യത്തിൽ അപഹാസ്യമാമിധം പരാജയപ്പെടുക കൂടി ചെയ്ത കാരണം ക്രോസിക്കൽ പൗരനായ മിസ്റ്റർ ആൽബർട്ടോ ഫെലിനിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കുന്നു. യു ഇഡിയറ്റ്! ഇയാളല്ല ആ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ രക്ഷിക്കാൻ താൻ അവന്റെ ഡ്രോയർ ബോധപൂർവം മാറ്റിവെച്ചാണെന്ന് ഞാൻ പറയും. സാർ കാര്യം അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. അറിയാമോടോ, തന്നെയൊന്നും പോലീസ് ഉദ്യോഗത്തിന് കൊള്ളില്ല, കണ്ട പെമ്പിള്ളേരുടെ വായിൽ നോക്കാനല്ലാതെ. സാർ, ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെതിരെയുള്ള കേസിന്റെ തെളിവുകൾ നശിപ്പിച്ചതിന് ഇയാൾക്ക് ശിക്ഷ ഏൽക്കേണ്ടി വരും. എന്തിനാണ് സാർ തെളിവ് നശിപ്പിച്ചതിന് കോടതിയിൽ അത് സൂക്ഷിച്ചവരാണെന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ? പോലീസിനെയും ജുഡീഷ്യറിയെയും ഒരുപോലെ വിഡ്ഢികളാക്കി അവരാരെന്ന് കണ്ടെത്തി വേണം ശിക്ഷിക്കാൻ. സ്റ്റോപ്പ് ഇറ്റ്! യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഐ ആം ഗോയിങ് ടു ടേക്ക് സിവിയർ ആക്ഷൻ അഗെയിൻസ്റ്റ് യു. I know why you are doing all this to me. Sir. ജെയിംസ്, സർ, അവനെ സൂക്ഷിക്കണം. ആ കള്ള റാസ്കലിനെതിരെ നിങ്ങളെ ഞാൻ വിറ്റ്നസ് ആക്കും. സർ, നന്ദുവിനെതിരായിട്ട് ഞാൻ... ഇല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് താനാവും പ്രതി. പിറകെ തൂങ്ങേണ്ടി വരും. സർ, എടോ, താൻ എത്ര സാഹസപ്പെട്ടെന്ന് ആൽബർട്ടോനെ പിടിച്ചത്? എന്നിട്ട് എന്തുണ്ടായി? അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവൻ കാരണം നഷ്ടപ്പെട്ടില്ലേ? ഇല്ല സർ, എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. നോൺസെൻസ്. തന്നെ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ അവൻ വഞ്ചിച്ചിരിക്കുകയാണ്. ഓഹോ. ആ റാക്കറ്റ്സുമായി അവന് ബന്ധമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് അന്വേഷിക്കണ്ടേ? തെളിവുണ്ടെങ്കിൽ അവനെതിരെ നടപടിയെടുക്കണ്ടേ? വേണ്ടടോ? വേണം സർ. എങ്കിൽ താൻ അവനെ പിന്തുടരണം. അവൻ എവിടെ പോകുന്നു, ആരെയെല്ലാം കാണുന്നു, കംപ്ലീറ്റ് വെയർ അബൌട്ട്സ് അപ്പോൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. നാളെ മുതൽ അത് മാത്രമായിരിക്കും തന്റെ ഡ്യൂട്ടി. ഓക്കെ? ഓക്കെ സർ. ക്രീം കളർ പാൻസും ഒരു പച്ച ഷർട്ടും ധരിച്ച് ഒരു സിമന്റ് ബെഞ്ചിലിരിക്കുകയാണ് SI നന്ദകുമാർ. അതാ 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 മൈതാനത്തിന് തെക്ക് ഭാഗത്തു നിന്നും ഒരു പച്ച ബോർഡറുള്ള സാരിയും ഓറഞ്ച് കളർ ബ്ലൗസും ധരിച്ച് പതുക്കെ പതുക്കെ ചുവടുകൾ വെച്ച് ശ്രുതി നടന്നു വരികയാണ്. ഏതാനും വാരാകലം മാത്രം. സംഭവിക്കുന്ന നിമിഷങ്ങൾ. ഇല്ല, ഒന്നും സംഭവിച്ചില്ല.
നോക്കി. എന്നിട്ട് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് സാർ. അവരെന്താണ് സംസാരിക്കുന്നത്? കേൾക്കാൻ വയ്യ സാർ. വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. താൻ അടുത്ത് നിന്ന് അവിടെ സംസാരം ശ്രദ്ധിക്കണോ? ആർത്തിരമ്പുന്ന തിരമാലകളാൽ അലങ്കൃതമായ സാഗര തീരത്തിന്റെ അനന്ത വിശാലതയിലൂടെ അവരുടെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് സാർ. നിർത്തടോ, തന്റെ ഒരു പുളിച്ച പ്രകൃതി വർണ്ണന നിർത്തിയിട്ട് കാര്യം പറയടോ. എന്ത് കാര്യമാണ് സാർ? അവരെന്ത് ചെയ്യുന്നു? ഹലോ ഹലോ മിസ്റ്റർ ജെയിംസ്, അവരെ ഇപ്പൊ കാണുന്നില്ല സാർ. പോയി നോക്കണോ? സാർ, സാർ, ഇപ്പോൾ അവർ ഒരു കുളത്തിന്റെ കൽപ്പടവുകളിലൂടെ നടന്നിറങ്ങുകയാണ് സാർ. അവർ വസ്ത്രമഴിച്ചു വെച്ച് കുളിക്കുകയാണെങ്കിൽ അതും നോക്കിയെന്ന് ഞാൻ അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം സാർ. ഓക്കേ സാർ. അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പോയി ഇപ്പൊ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യാം അല്ലേ? രജിസ്ട്രാർ എനിക്ക് നല്ല പരിചയമുണ്ട്. ശ്രുതി സാധാരണ കോളേജിൽ പോകുന്ന പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. നാളെ കാലത്ത് കൃത്യം 10 മണി. ഓക്കെ? എന്താ? താൻ ഇന്നലെ മെനയാന്നൊക്കെ എവിടെ ആയിരുന്നു? മറ്റന്നാമത് രജിസ്റ്റർ ഓഫീസിലെ ക്ലാസ് ഫോർ ജീവനക്കാരുടെ പണി മുടക്കാം. അതുകൊണ്ട് നാളെ നിന്ന് തിരിയാൻ പറ്റാത്തത്ര പണിയുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തെ ജോലിയല്ലേ ഉള്ളൂ. തനിക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? കോർപ്പറേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാരുടെ ഹൗസിംഗ് കോംപ്ലക്സ് പണിയുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ മാറ്റി വെച്ചിട്ട് എനിക്ക് ചെയ്യാനൊക്കോ? മാറ്റി വെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മറ്റന്നാൾ മുതൽ സ്ട്രൈക്ക് ആണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇത് നടന്നെന്ന് വരില്ല. തന്നെയൊക്കെ പോലീസിലെടുത്തവരോ വേണമെന്നല്ല, നീതിന്യായത്തിന്റെ കാവൽപ്പടം പെമ്പിള്ളേരെ വേലിയാടിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. ചാടിക്കുന്നതല്ല, ചാടുന്നതാ. ആരാണ് കഥാപാത്രം? ഗുരുതരാവസ്ഥയിലുള്ളൊരു കഥാപാത്രം ആയതുകൊണ്ടാണല്ലോ ഈ നേരം വരെ താങ്കളെയും കാത്ത് ഞാനിവിടെ നിന്നത്. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ പെണ്ണിനെയും കൂട്ടി താൻ ഇവിടെ വാ. ഇവിടെ വെച്ച് നടത്താം. ഫയലുകളൊക്കെ എങ്ങനെയെങ്കിലും എടുപ്പിക്കാം. പോലീസുകാരെ പിണക്കുന്നത് ശരിയല്ലല്ലോ. വല്ല കള്ളക്കേസും ഉണ്ടാക്കി 2 ഇടി തന്നാൽ കൊള്ളേണ്ടി വരില്ലേ? അല്ല, രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്ക്. അയ്യോ, 10 മണിന്ന് അവളോട് പറഞ്ഞിരിക്കുന്നത്. എടോ, അത് മാറ്റി 8 മണിയാക്കിയെന്ന് വേറെ അറിയിക്കേ. അത് ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. ഹലോ ഹലോ ഹലോ, ശ്രുതിയുണ്ടോ? ശ്രുതി ഉറങ്ങിയല്ലോ. കാലത്തെ വിളിക്കൂ. ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു, ഒന്ന് വിളിക്കോ? ആരാ സംസാരിക്കുന്നത്? അത് ഇത് ശ്രുതിയുടെ ഒരു കൂട്ടുകാരിയാണ്. കൂട്ടുകാരിയോ? അതെ അങ്കിൾ, കൂട്ടുകാരി. എന്താ കുട്ടിയുടെ പേര്? പേര് ഹലോ പേര് ഹലോ ഹലോ ചെല്ലപ്പൻ സാറ് വരുന്നുണ്ട്. ആര്? ബാർബറി അല്ലപ്പന? ചാക്കോ ചുമലാളിയും കൂടെയുണ്ട്. ഒരു മന്ത്രിയെ കാണാൻ വരാ ഇവനൊക്കെ നേരവും കാലവും ഒന്നുമില്ലല്ലോ. ഞാൻ തന്നെയാണ് അങ്കിൾ, ശ്രുതിയുടെ കൂട്ടുകാരി. എന്റെ പേര് സുമതി എന്നാ. നേരത്തെ പേര് ചോദിച്ചപ്പോ കുട്ടി എന്താ കട്ട് ചെയ്ത് കളഞ്ഞേ? കട്ട് ചെയ്തതല്ല സാർ, കട്ടായി പോയതാ. ആ, ഏതായാലും ഇപ്പൊ ശ്രുതിയെ വിളിക്കാൻ പറ്റില്ല. എന്നോട് പറയാവുന്ന കാര്യങ്ങൾ മാത്രം അവളോടും പറഞ്ഞാ മതി. അങ്ങനെ പറയരുത് സാർ. പെൺകുട്ടികളും തമ്മിൽ മാത്രം പറയാവുന്ന ഒരു കാര്യമാണ്. അതെന്ത് കാര്യമാണ്? സാറിന്റെ ടെൻഷൻ മനസ്സിലാക്കൂ. ഒന്ന് ശ്രുതിയെ വിളിക്കൂ. ഹ, കുട്ടി കാര്യം പറയൂ. ഒരു അത്യാവശ്യ കാര്യമാണ്. അതെന്താണെന്ന് പറയാനല്ലേ പറഞ്ഞത്? സർ, ഒരേ ഒരു പ്രാവശ്യം പ്ലീസ്. ആരാണോ താൻ? ഹോം മിനിസ്റ്ററോടും കളിക്കാൻ തുടങ്ങിയോ? സാർ, സാറിന് 2 ടൈപ്പ് ശബ്ദമുണ്ട്. എനിക്ക് 7 ടൈപ്പ് ശബ്ദമുണ്ട്. സപ്തസ്വരം. താൻ തന്നെ പണി നോക്കണോ? എത്ര ആശായി? 5 രൂപ.
ഞാനൊരു പശുവിനെ വാങ്ങിക്കാൻ വന്ന ഇവിടെ. അമ്മ എന്നോട് പൊറുക്കണം. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നറിയാം. എന്റെ വിവാഹം ഈ വിധത്തിൽ നടത്താനേ തൽക്കാലം നിവൃത്തിയുള്ളൂ. ഇല്ല, ഇത് ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അവന്മാരെ CM തന്നെ അയച്ചതാണെന്നുള്ളത് എനിക്ക് ഉറപ്പാ. ഇതാ സമ്മതിക്കുന്നില്ലെന്നോ? എങ്ങനെ സമ്മതിക്കാൻ? പോലീസുകാരല്ലേ? എടോ, അതിന് വഴിയുണ്ട്. ഇടിക്കണം, മനസ്സിലായോ? ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കണം. എന്താ സത്യമോ? സത്യമൊന്നും എനിക്ക് കേൾക്കണ്ട. നല്ലോണം ഇടിക്കുക. എന്നിട്ട് ഇവിടെ പാളി നോക്കാൻ വേണ്ടി CM തന്നെ അവരെ അയച്ചതാണെന്ന് അവന്മാരെ കൊണ്ട് തന്നെ പറയിക്കണം. എന്താ മനസ്സിലായോ? ദാറ്റ്സ് ഓൾ. ആരെ അച്ഛാ ഇടിക്കാൻ ഓർഡർ ഇടുന്നത്? എല്ലാത്തിനും ഞാൻ ഇടിപ്പിക്കും. ഓഹോ, അപ്പൊ ആളുകളെ ഇടിപ്പിക്കുന്നതാണോ ഈ ഭരണം എന്ന് പറയുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇതെന്താ ഒരു പുതിയ ഏർപ്പാട്? അച്ഛന്റെ അനുഗ്രഹം വേണം. ഇന്നൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്ന ദിവസാ. പരീക്ഷയാണോ? അതെ, പ്രധാന പരീക്ഷ. പരീക്ഷയ്ക്ക് മാത്രമല്ല, എന്നും അച്ഛന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നതും അച്ഛനെ അനുസരിക്കുന്നതും മോക്ക് ഗുണമേ ചെയ്യൂ. എന്റെ കസേര തെറിക്കുന്നതിന് മുമ്പ്. കല്യാണക്കാരിയല്ലേ, അത് കസേര തെറിക്കുന്നതിന് മുമ്പ് തീർച്ചയായും നടക്കുവച്ചാ. വെരി ഗുഡ്. എന്നാ മോള് പോ, അച്ഛൻ അല്പ തിരക്കില്ല. ഹലോ, മുഖ്യമന്ത്രി അയച്ച ചാരന്മാരാ. ഓഹോ, ആരയച്ചതാണെങ്കിലും ആ പാവങ്ങളെ പോലീസ് ഇപ്പൊ ഒരു പരുവാക്കിയിട്ടുണ്ട്. പോലീസുകാർ തന്നെ പോലീസുകാരെ തല്ലേണ്ടി വരുന്നത്. പോലീസുകാരാണോ കോമ്പൗണ്ടിൽ കയറിയത്? ആ സർക്കിൾ ഇൻസ്പെക്ടർ ജെയിംസും SI നന്ദകുമാറും. ആര്? ജെയിംസും നന്ദകുമാറും. അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ. നിങ്ങളുടെ ബെയിലിന്റെ കാര്യം ഇൻസ്പെക്ടറോട് സംസാരിച്ചു. മിസ്റ്റർ നന്ദകുമാറിന്റെ ഒരു സുഹൃത്ത് അയച്ചതാണ് തന്നെ. ഏത് സുഹൃത്ത്? പറയാം, ആ പേപ്പർ സെൻഡ് ചെയ്തോളൂ. താങ്ക് യു ഇൻസ്പെക്ടർ. സാറ് ക്ഷമിക്കണം. മേലേന്ന് പറഞ്ഞാൽ സാറിനറിയാലോ, ഒരു പോലീസുകാരൻ വേറൊരു പോലീസുകാരനെ അല്പം കൂടി മയത്തിൽ വേണം ഇടിക്കാൻ. തീരെ കണ്ണു ചോരയില്ലാതെയാണ് താൻ ഞങ്ങളായിട്ട് പെരുമാറിയത്. സോറി സാർ. ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് തന്നെയും എന്റെ സ്റ്റേഷനകത്ത് കിട്ടോടോ. എന്റെ ഏത് സുഹൃത്താണ് സാറിനെ ഇങ്ങോട്ട് അയച്ചത്? ഹോം മിനിസ്റ്ററുടെ മകളാ. ആ കാരണത്തിരിപ്പുണ്ട്. ഓഹോ, ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു. നന്ദു, ഇത് തീക്കളിയാണ്. സ്വന്തം നില മറന്നുള്ള പ്രേമം വേണ്ട. സാർ എന്തിനാ ഇതിനിടെ കയറി വീണമെന്നാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അവള് നോക്കുന്നു. ചെല്ല് ചെല്ല്, ഞാൻ പോവുക. എന്താ നന്ദോട്ടെ ഇതൊക്കെ? രജിസ്ട്രേഷന്റെ ടൈം മാറ്റിയ കാര്യം പറയാൻ ഫോൺ ചെയ്തപ്പോ ശ്രുതിയുടെ അച്ഛൻ പിടിച്ചു. വിവരം അറിയിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലാതെ വന്നപ്പോ വീട്ടിലേക്ക് വന്നതാ. സാരമില്ല, ഒരു പ്രേമബന്ധമാവുമ്പോ കുറെ ത്യാഗമൊക്കെ വേണ്ടി വരും. എന്നാലും ഇത് ഇത്തിരി കൂടുതലായിപ്പോയി. ഏതായാലും ഇതിനി അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ശ്രുതി.